അച്ഛാ എവിടെ പോയി? ഇവിടെ കാണുന്നില്ല. അച്ഛോ അച്ഛാ, ഞാൻ ബാത്റൂമിലാണ്, നോക്ക്. അച്ഛാ അച്ഛോ, ഹലോ, ചായ കുടിക്കാൻ വല്ല വെളിപ്പോയോ? ഏട്ടാ അവിടെ ഇല്ല. അച്ഛോ, എന്ത് കഷ്ടം പറഞ്ഞേ. എവിടെയെങ്കിലും പോണേ പറഞ്ഞിട്ട് പോണ്ടേ. ഒരു കാര്യം പറട്ടെ. അങ്ങോട്ട് വന്ന ആര്? നിന്റെ ആശ അങ്ങോട്ട് വന്ന ജമന്തിന്റെ അച്ഛൻ. ഇല്ലല്ല, ഇവിടെ വന്നില്ല. അവിടെ ഇല്ലേ? ഇവിടെ ഇല്ല, ഇവിടെ നോക്കിട്ട് കാണാനില്ല. ഇവിടെ എവിടെ പോയെന്ന് അറിയാൻ പോയി. പൂജാമുറിയിലും എല്ലാം കാണും. രാവിലെ അവിടെ കൂടെ അങ്ങോട്ട് വന്നില്ലേ? അതിനിവിടെ ആരോടെ അവിടെ കൂടെ? അമ്മച്ച ഇന്നലെ രാത്രി തന്നെ പോയി. പോയാ? ഓ, എന്നിട്ട് അപ്പച്ച എന്തോ അത്യാവശ്യം വിളിച്ചു എന്നും പറഞ്ഞിട്ടാ പോയത്. ആണോ? ആ, അല്ല ആശ, ഇവിടെ പിള്ളേരിപ്പോ ക്ലാസ്സിന് വരും. അയ്യോ, അച്ഛൻ കിടന്ന് മുറിയുന്ന ഒരു കത്ത് കിട്ടി. കത്ത? ആ, ഞാൻ പോവുകയാണ്. ഒരു കളരി ഗുരുക്കൾക്ക് വേണ്ടത് ഏകാഗ്രതയാണ്. ഇവിടുത്തെ അന്തരീക്ഷം അതിനനുവദിക്കുന്നില്ല. ഒരു സത്യം പറഞ്ഞോട്ടെ, അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും ഞാനിതുവരെ നോവിച്ചിട്ടില്ല. ആവേശത്തിനിടയിൽ അറിയാതെ പറ്റിയൊരു പിഴവിന്റെ ഫലമാണ് ഇന്ന് ഐസിയുയിൽ കിടക്കുന്നത്. കുറ്റബോധം വേട്ടയാടുന്ന മനസ്സുമായി ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ഒരു നീണ്ട യാത്ര, പുണ്യക്ഷേത്രങ്ങൾ തേടി. ഇനി ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടില്ലെന്ന് വരും. എന്തൊരു പണിയാണ് ആശ കാണിച്ചത്. ഇപ്പൊ അവന്മാരെല്ലാം കളരി പഠിക്കാൻ വരുമെന്ന് പറഞ്ഞ് ഞാൻ ഇനി വേറെ ആശാന തപ്പം വേണമല്ലോ. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളാത്ത കാലം. എൻബി, ഐസിയുയിൽ കിടക്കുന്ന അൻസാറിന് ബോധം തെളിഞ്ഞാൽ വിളിക്കാൻ മറക്കരുത്. മേൽപ്പറഞ്ഞ തീരുമാനത്തിന്റെ ചുവടൊന്ന് മാറ്റിപ്പിടിക്കാൻ. പേടിച്ചു പോയതാടി. സംഭവം അറിയാമോ? ഒരു രക്ഷയില്ലല്ലോ. ഞാൻ രാവിലെ അങ്ങ് പൊടുപ്പും തൊങ്ങൽ കയറ്റി പറഞ്ഞു അൻസാർ ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ട് അളിയാൻ വലിഞ്ഞതാ. ഇതൊക്കെ അതങ്ങനെ സമാധാനം വേണ്ട. പിന്നല്ലേ ഉമ്മാൻ്റെ ഒരു തരത്തിൽ ജീവിക്കാൻ നമുക്കല്ലോ വെച്ചാ എത്രയും പ്രതീക്ഷിച്ചില്ലേ. നിന്റെ അല്ലേ ബാക്കി.